നീണ്ടയൊരു ബ്രേക്കിന് ശേഷം IPL രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ വീണ്ടും സജീവമാവുകയാണ്. ഞായറാഴ്ച ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ പഞ്ചാബ് കിങ്സുമായുള്ള പോരാട്ടത്തിൽ അദ്ദേഹം നായകനായി ടീമിൽ മടങ്ങിയെത്തിയേക്കുമെന്ന കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുമുണ്ട്. തുടർച്ചയായി 5 മത്സരങ്ങൾ നഷ്ടമായതിനു ശേഷമായിരുന്നു കൂടുതലും റോയൽസ് പ്ലേയിങ് 11ലേക്ക് സഞ്ജുവിന്റെ തിരിച്ചുവരവ് കൂടുതലും നടത്തിയിരുന്നത്. കഴിഞ്ഞ മാസം 16 ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റോയൽ സൂപ്പർ ഓവറിൽ ശക്തമായി നേരിട്ടിരുന്നു. അതുപോലെ പരാജയപ്പെട്ട മത്സരത്തിലായിരുന്നു അദ്ദേഹം അവസാനമായി കളിച്ചിരുന്നത്. അതിനുശേഷം തുടരെ 5 കളിയിൽ സഞ്ജു കാഴ്ചക്കാരനായി മാത്രമാണ് നിന്നിരുന്നത്. പഞ്ചാബുമായുള്ള തിരിച്ചുവരവ് മത്സരത്തിൽ നല്ലൊരു ഇന്നിംഗ്സ് തന്നെ ഉണ്ടാവുകയും ചെയ്തു. ഇതിന് നിരവധി കാരണങ്ങളും നിലനിൽക്കുന്നുണ്ട്. പഞ്ചാബ് കിങ്സുമായുള്ള പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ 50+ സ്കോറോ സെഞ്ചുറിയോ സഞ്ജു സാംസൺ നേടുകയാണെങ്കിൽ അതിൽ തീർത്തും അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. പഞ്ചാബിനെതിരെ IPLൽ അദ്ദേഹത്തിനുള്ള മികച്ച റെക്കോർഡ് തന്നെയാണ് ഇതിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണം. ടൂർണമെന്റിലെ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പഞ്ചാബിനെതിരെ വളരെ മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കൂടുതലും നടത്തിയിട്ടുള്ളത്. വിവിധ സീസണുകളിലായി ഇതുവരെ 24 മത്സരങ്ങളിലായിരുന്നു പഞ്ചാബിനെതിരെ സഞ്ജു പ്രധാനമായിട്ടും കളിച്ചിരുന്നത്. ഇവയിൽ നിന്ന് 37 ശരാശരിയിൽ 143.35 സ്ട്രൈക്ക് റേറ്റിൽ 776 റൺസും താരം സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു സെഞ്ചുറിയും 2 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. 50കൾ 2 എണ്ണം മാത്രമായിട്ടും 700-ന് മുകളിൽ സഞ്ജു നേടിയത് യഥാർത്ഥത്തിൽ പഞ്ചാബിനെതിരെ അദ്ദേഹത്തിന്റെ സ്ഥിരത തന്നെയാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. ഈ പ്രകടനം വരാനിരിക്കുന്ന കളിയിലും സഞ്ജുവിന്റെ ആത്മവിശ്വാസം വലിയ രീതിയിൽ ഉയർത്തുന്നുണ്ട്. റോയൽസ് ടീമിലേക്കുള്ള മടങ്ങിവരവ് ആഘോഷിക്കാൻ പഞ്ചാബിനേക്കാൾ നല്ലൊരു എതിരാളികളെ അദ്ദേഹത്തിന് ലഭിക്കാനില്ല എന്നതും നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതിനാൽ സഞ്ജു മികച്ച പ്രകടനമായിരിക്കും നടത്തുക. ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് കിങ്സും തമ്മിൽ മുഖാമുഖം വരുന്ന രണ്ടാമത്തെ പോരാട്ടം കൂടിയാണ് ഞായറാഴ്ച നടക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ മാസം ചണ്ഡീഗഡിലെ മുള്ളൻപൂർ സ്റ്റേഡിയത്തിൽ പഞ്ചാബും റോയൽസും മത്സരിച്ചിരുന്നു. അന്ന് സ്വന്തം കാണികൾക്ക് മുന്നിൽ പഞ്ചാബിനെ സഞ്ജു സാംസണും സംഘവും പരാജയപ്പെടുത്തുകയായിരുന്നു. 50 റൺസിന്റെ ആധികാരിക വിജയമായിരുന്നു അന്ന് റോയൽസ് നേടിയിരുന്നത്. ജയ്സ്വാൾ 50യുമായി വിജയത്തിൽ നിർണായക പങ്കും വഹിച്ചു. അപ്പോഴും സഞ്ജുവും തീരെ മോശമാക്കിയിരുന്നില്ല. 45 ബോളിൽ 5 സിക്സറും 3 ഫോറും അടക്കം 67 റൺസ് ആയിരുന്നു അന്ന് നേടിയിരുന്നത്. സഞ്ജു ആകട്ടെ 26 ബോളിൽ 6 ഫോറും അടക്കം 38 റൺസും നേടി. ഓപ്പണിംഗ് വിക്കറ്റിൽ സഞ്ജു ജയ്സ്വാൾ ജോഡി നേടിയ 89 റൺസ് കൂട്ടുകെട്ടായിരുന്നു യഥാർത്ഥത്തിൽ റോയൽസിന്റെ വിജയത്തിന് വഴിതെളിച്ചത്. റിയാൻ പരാഗ് 43 റൺസോടെ മികച്ച പ്രകടനം നടത്തി. ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് 4 വിക്കറ്റിന് 205 റൺസ് എന്ന വലിയ ടോട്ടൽ നേടുകയായിരുന്നു. മറുപടിയിൽ 9 വിക്കറ്റിന് 155 റൺസ് നേടുവാനേ പഞ്ചാബിനെന്ന് കഴിഞ്ഞിരുന്നുള്ളൂ. അതേസമയം തന്നെ സഞ്ജുവിന്റെ ഈ സീസണിലെ പ്രകടനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 7 മത്സരങ്ങളിൽ മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത്. 37.33 ശരാശരിയിൽ 143.58 സ്ട്രൈക്ക് റേറ്റോടെ 224 റൺസ് താരം നേടുകയും ചെയ്തു. ഒരു 50 ഉൾപ്പെടെ കൂടിയാണിത്. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ആദ്യ കളിയിൽ നേടിയ 66 റൺസായിരുന്നു താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമെന്നത്.